നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചൂടേറുമ്പോൾ ഒരു കൗതുകമുണ്ട്. ആ കൗതുകം രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങുന്നതാണ്. നേരത്തെ വിവാദ നായകനായ തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഭദ്രാനന്ദ സ്വാമി, അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ കാരണം. താങ്കളിപ്പോൾ രാഷ്ട്രീയ രംഗത്താണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങ് തന്നെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്തത്. അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 1915 ഈ പാർട്ടി ഫസ്റ്റ് വരുന്നത്. ഇതായിരുന്നു സവർക്കർജിയുടെ പാർട്ടി. അപ്പോൾ അതിൻ്റെ ദർശനം ഉൾക്കൊണ്ട് തന്നെയാണ് പിന്നീട് ജനസംഘ് ഉണ്ടാവുന്നത്. ജനസംഘ് എന്നാണ് BJP ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ BJPയുടെ അപ്പൂപ്പൻ എന്ന് പറയാം ഈ പാർട്ടി. അപ്പോൾ ഇവിടെ ഇപ്പം വന്നതിൻ്റെ കാരണം BJP ടോട്ടലി നമ്മുടെ ഹിന്ദുക്കളുടെ ദർശനങ്ങളും അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജി എല്ലാം മാറ്റിവെച്ചിട്ട് വളരെ സനാതനികളെ ചതിച്ചുകൊണ്ട് വെറുതെ ഒരു ബിസിനസ് ജനതാ പാർട്ടിയായി അവർ മാറി. അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇന്ന് സൊസൈറ്റിയോടില്ല, സനാതനികളോടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലമ്പൂരിൻ്റെ അവസ്ഥ കണ്ട് പ്രത്യേകിച്ച് ഇതൊരു വലിയ ഏറ്റവും കൂടുതൽ ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിച്ച് 1921 കലാപത്തിന് ശേഷം വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നുപോയ ഒരു നാടാണ് മലബാറിൻ്റെ. അതായത് BJPയുടെ ഒരു മുഖം തന്നെ ഇവിടെ നിന്നാണ് കൂടുതൽ വന്നത്, ഭരതേട്ടൻ്റെയൊക്കെ നാടാണ്. അതുകൊണ്ട് തന്നെ BJP എന്നും ആഗ്രഹിച്ചിരുന്നത്, ഇവിടുത്തെ BJPക്കാർ ആഗ്രഹിച്ചിരുന്നത് എന്നൊരു ഹിന്ദുത്വ ഫേസ് ഇവിടെ വേണം. അതുപോലെ തന്നെ സനാതന ധർമ്മികളും അതുപോലെ സംഘ പാരമ്പര്യമുള്ള ഒരാൾ വേണം എന്നാണ്. പക്ഷേ BJP പറഞ്ഞു നമുക്കിവിടെ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ്. ഈ താല്പര്യമില്ലെന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അതായത് അവർക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ. പക്ഷേ അത്രയും മാത്രം ഒരു പട്ടികളെപ്പോലെ, അടിമകളെപ്പോലെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരെ പോലെ നിലമ്പൂരിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഹിന്ദു മഹാസഭ വലിയൊരു പ്രഷർ ചെലുത്തിയത്. ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥി ഉണ്ടോ അവിടെ? അങ്ങനെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്? ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? ആ ഡീറ്റെയിൽ ഒന്ന് പറയാം. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് രതീഷ് ശർമ്മ അമരമ്പലം എന്നാണ്. അദ്ദേഹം സംഘ പാരമ്പര്യമുള്ള OTC എല്ലാം കഴിഞ്ഞ ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഒരു കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ BJPയിൽ പോലും ഇല്ലാത്ത, അതായത് പാർട്ടിയിൽ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ജോർജ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. ഇവിടുത്തെ ഷൗക്കത്ത് അരിയാടൻ അദ്ദേഹത്തിൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിച്ച ആളാണ്. പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ ഒറ്റയടിക്ക് ഇതിലോട്ട് വന്ന്. അപ്പം നാട്ടിൽ കൂടെ പോകുന്ന എല്ലാ അണ്ടനെയും അടകൂടനെയും ചെമ്മാനെയും ചെരുപ്പൂത്തിയും എല്ലാം വിളിച്ച് ഇതിലോത്തോട്ട് കയറ്റുകയാണ് ഇപ്പോഴത്തെ BJPയുടെ രീതി. BJPക്ക് ഈ പെണ്ണില്ല എന്ന് എഴുതി പെങ്ങളെ കിട്ടുന്ന പോലെയാണ്. ഇവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല, പ്രവർത്തിച്ചു വരണം. ഇപ്പം നമ്മളാണെങ്കിൽ കൊണ്ടുവന്ന നമ്മുടെ തന്നെ പരമ്പരയുടെ ഒരാളെയാണ്. ഇപ്പം ഗുരുജിയുടെ വിജയധാര വ്യക്തമായിട്ട് പഠിക്കാത്ത, മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇന്ന്. വിചാരധാര വ്യക്തമായിട്ടും മനസ്സിലാക്കാതെയും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റാത്ത ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ബഞ്ചസ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗുരുജിയുടെ ആ ബുക്കിനെ പഠിച്ചിട്ടില്ല ഇവർ. ദേ ഹാവ് നോ ഐഡിയ അബൌട്ട് സനാതന ധർമ്മ ഓർ സംഘപരിവാർ. ദെൻ ഐ ഡോണ്ട് നോ വൈ ദേ ആർ ബിഹൈൻഡ് ഓൾ ദിസ്. നിങ്ങൾ കാൻഡിഡേറ്റിനെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്കല്ലേ തിരിച്ചടിയാവുന്നത്? കാരണം നിങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നു, അങ്ങനെ BJPക്ക് കിട്ടേണ്ട വോട്ടല്ലേ നിങ്ങൾ കൊണ്ടുപോവുക? BJPക്ക് കിട്ടേണ്ട വോട്ടൊന്നല്ല, ഇവിടുത്തെ ഒരു സനാതനികളുടെ വോട്ട്, ഒരു ഹിന്ദുവിൻ്റെ വോട്ട്. ആ വോട്ട് ആ ഹിന്ദുത്വ പ്രസ്ഥാനത്തിൽ, അത് BJP തുടങ്ങിയത് വഴിയാണ്. BJP ഇവിടെ മറ്റേ ഒരു കമ്മ്യൂണിറ്റിയും തുടങ്ങിയതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അവകാശികൾ തന്നെ കൊണ്ടുപോകണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ഇന്ന ആളെ കെട്ടിക്കണമെന്ന് താല്പര്യമുണ്ട്, അവൾക്കും താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ച് ഒരു വിവാഹം കഴിപ്പിക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പറയാണ് ഇവരെ കെട്ടിക്കണം അല്ലെങ്കിൽ ഇന്ന ആൾ കെട്ടണമെന്ന് നിർബന്ധിക്കുന്നത് തെറ്റാണ്. അതൊരു ഒരാളുടെ വോട്ടവകാശത്തിന് വിപരീതമായിട്ടുള്ളൊരു പോക്കാണ്. ഇപ്പം BJP ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുക്കണമെന്ന്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലെങ്കിൽ, ഒരു വോട്ടെന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, അവകാശമാണത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത് BJPക്കാണ്. കേരളത്തിലെ BJP ലീഡർഷിപ്പിനെതിരെയാണ് നിങ്ങളുടെ പോരാട്ടം. കേരള BJP എന്ന് പറയുന്ന ഈ കപട മുഖത്തിനെതിരെ തന്നെയാണ്. ഇപ്പം തന്നെ അവർ ഓരോരുത്തരെ കൊണ്ട് പ്രചാരണത്തിന് ഇറക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ രണ്ട് സൈഡിലുമാണ് രണ്ട് കള്ളന്മാരെ കണ്ടിട്ടുള്ളത്. ഇന്നലെ ഇപ്പം തുഷാർ വെള്ളാപ്പള്ളി അടക്കം രണ്ട് കള്ളന്മാരെയാണ് അതിൻ്റെ അവിടെ നിൽക്കുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് 36 ലക്ഷത്തോളം വരുന്ന ഈഴവരെ പറ്റിച്ചും അതുപോലെ തന്നെ 5000 ചില്ലുമാനം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വെള്ളാപ്പള്ളിയും തുഷാറും ഈ ഗുരുദേവനിരുന്ന കസാരയടക്കം
ജപ്തിക്ക് പോവേണ്ട അവസ്ഥ വന്നത് ആര് കാരണമാണ്? ഈ തുഷാറിൻ്റെ അച്ഛനും കാരണമാണ്. ഇതുപോലുള്ള ആൾക്കാരെ നമ്മുടെ സമുദായത്തെ ലൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഈ കള്ളന്മാരെ പിടിച്ചിട്ടാണ് ഈ BJP കൊണ്ടു കിടക്കുന്നത്. അതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇത് CPM മണി പമ്പിങ് മെഷീനാന്ന് പറഞ്ഞു. ഈ മണി പമ്പിങ് മെഷീനാണെന്ന് പറയാൻ ഇവർ പറയുമ്പോൾ ഇവര് മണിയൊന്നും പുള്ളി ചെയ്തിട്ടില്ലേ? ഈ കൂടെയുള്ള BJP-ക്കാർ പലതും പറഞ്ഞ ആൾക്കാർ ഇവിടെ പറ്റിച്ചിട്ടില്ലേ? പൈസ പേടിച്ചിട്ടില്ലേ? അപ്പൊ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ നിലമ്പൂരിന്റെ ചരിത്രം എടുത്ത 36 വീടുകൾക്ക് മേൽക്കൂരയില്ല. ഇന്നലെ ഇവർ വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ. നരേന്ദ്രമോദിജി അത് ചെയ്തു ഇത് ചെയ്തു, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു, ആ ഗുണങ്ങളൊക്കെ ഇവിടെ കൈപ്പറ്റിയെന്ന്. ശരിയാണ്, മോദിജി ചെയ്തു. 24,000 കോടി രൂപയാണ് ഇവിടുത്തെ ആദിവാസികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് മോദിജി അലോട്ട് ചെയ്ത്. ആ പൈസ ഒന്നുപോലും ഇവിടുത്തെ ഈ പാവപ്പെട്ട ട്രൈബ്സിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇവിടെ യാതൊരു രീതിയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ടും BJP ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. അരമുക്കാൽ മണിക്കൂർ എടുക്കണം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പാസ് ചെയ്ത് പോകണമെങ്കിൽ റോഡിന്. ഇവിടുത്തെ ബൈപ്പാസിന്റെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ ഈ നിങ്ങൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നമ്മളുടെ ലക്ഷ്യം വരുന്നില്ല. ഇന്ത്യയുടെ ഒരു ഐഡിയോളജി ഉണ്ട്, സനാതന ധർമ്മം രാഷ്ട്രീയ പാർട്ടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കുക. ഇവിടെ ആൾക്കാർക്ക് തുല്യനീതി തുല്യധർമ്മം കൊണ്ടുവരണം. പക്ഷെ ഈ രാഷ്ട്രത്തിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് സനാതന ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടുത്തെ പൊളിറ്റിക്സിൽ അറിയില്ല. അല്ല, ചോദ്യം വളരെ സ്പഷ്ടമാണ്. നിലമ്പൂരിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും? നിങ്ങളുടെ പ്രചരണ രീതി എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും BJP-ക്ക് ആയിരിക്കുമല്ലോ നിങ്ങൾ തിരിച്ചടി നൽകാൻ പോകുന്നത്. BJP-യുടെ ചതിയിൽ പെടാതെ സനാതനികളെ അതിൽ നിന്നും മാറ്റി നിർത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ വേറെ ഒരു മാറ്റമില്ല. പിന്നെ മറ്റു പാർട്ടിക്കാരുമായിട്ടൊന്നും നമ്മളിവിടെ മത്സരിക്കാൻ തയ്യാറല്ല. കാരണം നമ്മുടെ പേരും നമ്മുടെ ഐഡിയോളജിയും ഹിന്ദു മഹാസഭയുടെ ബൈലോ തന്നെ അടർത്തിയെടുത്തിട്ടാണ് BJP വെച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു മാറ്റമില്ല. അങ്ങനെ ഒരു വ്യാജനും ഒരു കുന്നംകുളത്തിന് എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു കുന്നംകുളം പാർട്ടിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ BJP. ഈ ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ എത്ര വോട്ട് പിടിക്കുമെന്നാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം ഇവിടെ, അതായത് BJP-യുടെ ഈ നീചമായ പ്രവൃത്തിക്ക് ജനങ്ങൾ അവരുടെ കർണത്ത് കൊടുക്കുന്ന ഓരോ സനാതനികളുടെ അടിയായിരിക്കും നമ്മുടെ ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്ന് ദീപക് ധർമ്മടം, 24.